NHS ഇംഗ്ലണ്ട് നിർത്തലാക്കാനുള്ള ലേബർ സർക്കാർ തീരുമാനം കൂടുതൽ പരിഷ്കരണങ്ങളുടെ തുടക്കം മാത്രമാണെന്ന് ആരോഗ്യ സെക്രട്ടറി വെസ് സ്ട്രീറ്റിംഗ്. NHS ഇംഗ്ലണ്ട് നിർത്തലാക്കാനുള്ള ലേബർ സർക്കാർ തീരുമാനം കൂടുതൽ പരിഷ്കരണങ്ങളുടെ തുടക്കം മാത്രമാണെന്ന് ആരോഗ്യ സെക്രട്ടറി വെസ് സ്ട്രീറ്റിംഗ്. ആരോഗ്യ സേവനത്തിലെ അനാവശ്യ ചെലവുകളും ബ്യൂറോക്രസിയും ഇല്ലാതാക്കാൻ കർശന നടപടികൾ വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കാര്യക്ഷമമല്ലാത്ത എല്ലാവർക്കും കാണാമെന്ന് സ്ട്രീറ്റിംഗ് പറഞ്ഞു. 2012 രാഷ്ട്രീയ ഇടപെടൽ ഒഴിവാക്കാൻ സ്ഥാപിതമായ NHS ഇംഗ്ലണ്ട് പിന്നീട് ഫണ്ട് ദുരുപയോഗം നടത്തുന്ന വെള്ളാനയായി മാറിയെന്ന് അദ്ദേഹം വിമർശിച്ചു. ലോകത്തെ ഏറ്റവും വലിയ സ്വയംഭരണ പൊതുസ്ഥാപനങ്ങളിലൊന്നായ ഇത് 13 ലക്ഷത്തിലധികം പേർക്ക് ജോലി നൽകുന്നുണ്ട്. UK-യിലെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ആരോഗ്യ സേവനം നൽകുകയാണ് ലക്ഷ്യം. എന്നാൽ ഇപ്പോൾ സർക്കാർ നേരിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് NHS മാറ്റുകയാണ്. ഈ പരിഷ്കരണത്തിൽ 20,000 മുതൽ 30,000 വരെ ജോലികൾ നഷ്ടപ്പെടാമെന്നാണ് സൂചന. NHS ഇംഗ്ലണ്ടിലെ ആരോഗ്യ വകുപ്പിലും 10,000 പേർക്ക് ജോലി പോയേക്കും. HR, ഫിനാൻസ് തുടങ്ങിയ വിഭാഗങ്ങളിലും 220 NHS ട്രസ്റ്റുകളിലും ജോലി വെട്ടിക്കുറയ്ക്കപ്പെടും. നിലവിൽ മലയാളി നഴ്സുമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ തൊഴിൽ സാഹചര്യങ്ങളെ ഈ മാറ്റം നേരിട്ട് ബാധിക്കില്ല. സ്കോട്ട്ലാൻഡിലെ സ്റ്റിർലിംഗ് യൂണിവേഴ്സിറ്റിയിൽ MS സ്പോർട്സ് മാനേജ്മെന്റ് പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥിയുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിൽ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തി. സ്കോട്ട്ലാൻഡിലെ സ്റ്റിർലിംഗ് യൂണിവേഴ്സിറ്റിയിൽ MS സ്പോർട്സ് മാനേജ്മെന്റ് വിദ്യാർത്ഥിയായ എബൻ തറയിൽ എന്ന മലയാളിയുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിൽ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തി. കോഴിക്കോട് താമസമാക്കിയ തൃശൂർ സ്വദേശികളാണ് എബലിന്റെ കുടുംബം. ബുധനാഴ്ച രാത്രി 9:30 ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് പോലീസിനും സ്കോട്ടിംഗ് ആംബുലൻസ് സർവീസിനും അലോവയ്ക്കും സ്റ്റിർലിംഗിനുമിടയിലുള്ള ട്രാക്കിൽ മൃതദേഹം കണ്ടെത്തിയെന്ന വിവരം ലഭിച്ചു. പോലീസ് പ്രാഥമിക നിഗമനം ആത്മഹത്യയാണെന്നാണ്. എന്നാൽ എബൽ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്ന് കുടുംബവും സഹപാഠികളും വ്യക്തമാക്കി. മരണകാരണം കണ്ടെത്താൻ പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. എബലിന്റെ സുഹൃത്തുക്കളെയും നാട്ടിലെ അമ്മയെയും സഹോദരനെയും പോലീസ് ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന എബൻ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രിയങ്കരനായിരുന്നു. എന്നാൽ അപ്രതീക്ഷിത മരണം സഹപാഠികൾക്കും മലയാളി സമൂഹത്തിനും വലിയ നടുക്കം സൃഷ്ടിച്ചു. കെന്റ് അയ്യപ്പ ക്ഷേത്രവും കെന്റ് ഹിന്ദു സമാജവും സംയുക്തമായി സംഘടിപ്പിച്ച ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപിച്ചു. കെന്റ് അയ്യപ്പ ക്ഷേത്രവും കെന്റ് ഹിന്ദു സമാജവും സംയുക്തമായി സംഘടിപ്പിച്ച ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപിച്ചു. കെന്റിലെ മെയ്ഡ്സ്റ്റണിൽ നടന്ന ഈ വർഷത്തെ പൊങ്കാല ചടങ്ങുകൾക്ക് കേരളത്തിൽ നിന്നുള്ള മലയാളി പൂജാരി വിഷ്ണു രവി കാർമ്മികത്വം വഹിച്ചു. നിരവധി വർഷങ്ങളായി മലയാളി കൂട്ടായ്മയായ കെന്റ് ഹിന്ദു സമാജവും കെന്റ് അയ്യപ്പ ക്ഷേത്രവും ചേർന്ന് ഭക്തജനങ്ങൾക്ക് ആറ്റുകാൽ പൊങ്കാലയിടാൻ അവസരമൊരുക്കി വരികയാണ്. ആറ്റുകാൽ ദേവീക്ഷേത്രം തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ചടങ്ങിന് ആശംസകൾ അറിയിച്ചു. ലണ്ടന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഒട്ടനവധി ഭക്തർ ഈ പുണ്യ ചടങ്ങിൽ പങ്കെടുത്തു. വരും വർഷങ്ങളിൽ ആറ്റുകാൽ ദേവീക്ഷേത്രവുമായി സഹകരിച്ച് പൊങ്കാല ചടങ്ങുകൾ കൂടുതൽ ഭക്തി നിർഭരമായി നടത്തണമെന്ന് സംഘാടകർ അറിയിച്ചു.